അതെ, നമ്മൾ ഇന്ന് പാലക്കാട് നിന്നൊരു യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഫാലിമിയുടെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൊരു വീഡിയോ, നമ്മുടെ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു യാത്രയാണ്. നമ്മളൊരു യാത്ര പോവുകയാണ്. കണ്ണകിക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കണ്ണകിയുടെ മുടി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, അത് പളനിയിൽ പോയിട്ട് അവിടെ നിന്ന് കുട്ടിയുടെ മുടി കളയണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിയുടെ മുടി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പളനിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ വണ്ടി കയറി ട്രെയിനിൽ, വൈകുന്നേരത്തെ ട്രെയിനിനാണ് നമ്മൾ കയറിയത്. രാത്രി അവിടെ തങ്ങി പിറ്റേ ദിവസം മുടി കളഞ്ഞ് വരാം എന്നുള്ളൊരു പ്ലാനിലാണ്. വൈകുന്നേരം 3:50 ട്രെയിനിലാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഒരു 2 മണിക്കൂറിനുള്ളിൽ, അതായത് 6 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തുന്ന രീതിക്കാണ് യാത്ര തിരിച്ചത്. പോകുന്ന വഴിക്ക് ഉടനീളം ഇങ്ങനെ വിൻഡ് വീലൊക്കെ കാണാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിന് ദൂരം നിന്ന് നോക്കുമ്പോൾ പളനിയൊക്കെ കാണാം. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ദൂരം നിന്ന് നോക്കുമ്പോൾ പളനി, ആ മല, കോവിലിൻ്റെ മല ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു ട്രെയിന്. ഏകദേശം നമ്മളൊരു 5:57 കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ടാക്സി പിടിച്ച് പോകണം, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോകണം എന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ അപ്പോട്ടേന് ഇറങ്ങിയ പാടെ തന്നെ ഊബർ കിട്ടുമോ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയത് നമ്മുടെ പ്ലാനുകളൊക്കെ മാറി. കുതിരവണ്ടി കണ്ടപ്പോൾ കുതിരവണ്ടിയിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ എന്നാൽ കയറിയാലോ എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളങ്ങനെ കുതിരവണ്ടിയിൽ കയറി. അപ്പോൾ അതിലേക്കാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. അതായത് അമ്പലത്തിൻ്റെ അടുത്തേക്ക്, അവിടെ എവിടെയാണ് റൂം കിട്ടുക അവിടെ എടുക്കാനുള്ള പ്ലാനിലാണ്. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഒരു പേടിയും, വണ്ടിയൊക്കെ നന്നായിട്ട് ഇളകുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലം വരെ 100 രൂപയാണ് കേട്ടോ അവർ ചാർജ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ കണ്ണകി കുതിരേനെ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുതിരവണ്ടിയിലിരുന്നപ്പോൾ ഒരു അംബാസഡർ കാറ് കണ്ടു കേട്ടോ. ഇപ്പോഴും അതുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഒരു കൗതുകം കൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇതുപോലെ അംബാസഡർ കാറിലൊക്കെ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു പ്രിപ്പറേഷൻസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളൊരു റൂം ഒടുവിൽ കണ്ടുപിടിച്ചത് തന്നെ. കണ്ണകിയും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് ഞങ്ങളെടുത്തത്. ഒരു 3 ബെഡിൻ്റെ റൂമായിരുന്നു കേട്ടോ ഞങ്ങളെടുത്തത്. ബാഗൊക്കെ റൂമിൽ വെച്ചൊന്ന് ഫ്രഷായി അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി നോക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് പളനിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് എവിടെ നിന്നാണ് മുടി എടുക്കുക, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാനുള്ള എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ മലമുകളിൽ ഇങ്ങനെ അമ്പലം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓരോ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാർ തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ വകയാണോ എന്നറിയില്ല. ഓരോ സ്ഥലത്തും അടുത്ത് ഒക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. രാത്രി ഒരു 7:30 കൂടിയിട്ടൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ വിശക്കാനും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. കണ്ണകിയുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ട് എന്നോട് വിഷമം പറയുകയാണ്, കയ്യിൽ വാവുകയായി പറഞ്ഞിട്ട്. ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല, ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്നും അറിയില്ല. വിശന്ന കാരണം കയറിയതാണ് കഴിക്കാൻ. 2 മസാല ദോശയാണ് പറഞ്ഞത്. കണ്ണകി ട്രെയിനിൽ നിന്ന് കുറച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ചപ്പാത്തി കഴിച്ചെങ്കിൽ അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അവൾക്കും കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ കഴിക്കാനും തുടങ്ങി. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മസാല ദോശ. കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. എന്നാൽ വെറുതെ ക്യൂ നിന്ന് വാങ്ങാലോ പറഞ്ഞിട്ട് അതും വാങ്ങി ഞങ്ങൾ. എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. വെജിറ്റബിൾ പുലാവും അച്ചാറും ആയിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഇനി കണ്ണകിയുടെ മുടി എടുത്തിട്ട് നാളെ കാണാം. അപ്പോൾ ബൈ.